You remember one Lucia? She's no more. ലൂസിയ എന്റെ സാരമില്ലണ്ണാ. ലൂസിയെ കേക്ക് ലൂസിയെ റെസ്റ്റ് ഇൻ പീസസ് ഹലോ മരിച്ചോ? ആ മരിച്ച് ഞാൻ ഇൻസ്ട്രക്ഷനെ പറയുന്നത് കേട്ടിട്ട് ഒരുത്തരം ഇൻസ്ട്രക്ഷനെ പറയാൻ നിൽക്കരുത്. ലൂസിയ അല്ലേ 7010 അല്ലേ? ജെട്ടിട്ടാണ് കേൾക്കാന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആളെ പിടികിട്ടിയോ? എന്താ പ്രാങ്ക് ആയിരുന്നല്ലോ. ഉടുപ്പൊക്കെ ഊരിട്ട് വേറെ ഉടുപ്പ് എന്തിനു പരിപാടി ഇവിടെ? അത് ഞാൻ ചോദിക്കേണ്ടതല്ലേ, ഒരു ഉടുപ്പ് കൂടിയിട്ട് നാടാണെങ്കിലും കൊണ്ട് വണ്ടി തുടങ്ങി എന്തോ അതാ ഉദ്ദേശിച്ചിട്ട് ജട്ടിയില് വന്നിട്ട് ചൂട് സമയല്ലേ കുട്ടി, എന്തിനു ചൂടാന്നറിയോ? അയ്യോ ചൂട് കാരണം നിക്കാനിരിക്കാനും പറ്റില്ല, AC ഇട്ടിട്ട് പോലും ഇത് പറ്റില്ല, അത്രയ്ക്കും ചൂടാ. കൂളിങ്ങില്ല എന്താ കേക്കെ സിറ്റി സൈഡ് ഒന്നും അങ്ങനെ കേക്കെ അധികം കാണാറുള്ളതല്ലോ. എന്നെ നിങ്ങളുടെ ഗോഡ് ഫാദർ വഴിക്ക് കളഞ്ഞിട്ട് പോയി എന്നെ. വഴിക്ക് കളഞ്ഞിട്ട് പോയാ? ആ ഇത് നമ്മുടെ കൂടെ അന്ന് മീറ്റിങ്ങിനൊക്കെ വരുന്ന ആ കുട്ടി തന്നെയാണോ അത്? ആ കുട്ടിയല്ല ആ കുട്ടിയല്ല. വാസു, I have some bad news for you. എന്താണ്? You remember one Lucia? She's no more. എന്ന് പറഞ്ഞ മയ്യത്തായിന്ന്. ലൂസിയൊക്കെ എന്ത് പറ്റി? ലൂസിയ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അണ്ണാ തലയിറക്കം വരണമെങ്കിൽ പറയണേ. പിടിക്കണോ? പിടിക്കണോ അണ്ണാ? ലൂസിയ അയ്യോ അണ്ണാ പിടിക്കണോ? നൊക്ലാജിയ എടുത്തു നോക്കാനായിരിക്കും. അതൊക്കെ എൻ്റെ ഒരു സേഫ് ആയിട്ട് ഫോൺ വന്നിട്ടാ പോയെ. അവിടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും? ശരിക്കും യെസ്. അപ്പൊ ചാറ്റൊക്കെ കേക്ക് വായിച്ചാണോ അല്ലേ? ആ ചാറ്റ് വായിക്കരുത് കേക്കെ, ആ ചാറ്റ് ഒരിക്കലും വായിക്കരുത്. ഞാൻ പെൺകൊച്ചും ബാക്കിയൊക്കെ നിൽക്കുന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. കേക്ക് വെറുതെ അല്ലല്ലേ നൈറ്റ് സിറ്റിയിലൊന്നും പുറത്തൊന്നും കാണാത്ത? ചാറ്റ് വായിക്കലായിരുന്നല്ലേ വീട്ടിൽ ഇരുന്ന്? ലൂസിയെ അയ്യോ പാവ അവസാനമായിട്ടൊരു ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ ലൂസിയെ. അണ്ണാ വെള്ളം വിളിച്ചല്ലേ, വിളിച്ചപ്പോ നിങ്ങൾ പോകത്തല്ലേ? എന്റെ അവസാനമായിട്ട് വിളിച്ച സമയത്ത് ഞാൻ തിരക്കിലായി പോയി കേക്കെ, ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ ലൂസിയെ. എന്തൊരു മനുഷ്യനാണോ കേക്ക്? നിങ്ങള് ഇങ്ങനെയാണോ ഒരാളുടെ മരണ വാർത്ത പറയുന്നത്? ഇതിനേക്കാളും ഭംഗിയിട്ട് എങ്ങനെ പറയാൻ എനിക്ക് പറ്റും? ഗ്യാങ് അല്ലടാ പ്രയോറിറ്റി, നമ്മള് വാറണ്ടടക്കി വെച്ചാളാ ലൂസിയെ വിളിച്ചത്. കേക്ക് സമാധാനിപ്പിക്കേക്ക് ഇങ്ങനെ മരം പോലെ നിക്കാതെ. Come on, Mr. Vasu, വിഷമിക്കില്ലേ? അയ്യോ ഒരു നല്ല വാക്ക് പോലും പറയാൻ പറ്റിയില്ല അവസാനമായിട്ട്. പറഞ്ഞ വാക്കനോട് പറയിപ്പിക്കരുത്. കേക്കെ അതൊന്നും ഇവിടെ പറയല്ലേ കേക്ക്. കേക്ക് നമുക്ക് കുറച്ച് കാണണം. നമുക്ക് കാണാം. വെള്ളം വേണോ അണ്ണാ? വേണ്ട വേണ്ട വേണ്ട, കണ്ണീർന്ന് ഒത്തിരി വരുന്നത് വായിലോട്ട് തന്നെയാ പൊക്കോണ്ടിരിക്കുന്നത്. പൈപ്പ് ഇട്ടിച്ചേക്കണോ? ഉപ്പുണ്ട് പിന്നെ അവിടെ കൊടുക്കണ്ടേ? ഉപ്പില്ലാത്ത വെള്ളം വേണോ? ഇങ്ങനെയാണോ കേക്ക് ഒരാളുടെ മരണ വാർത്ത പറയുന്നത്? ലൂസിയ പോയി. മരണ വാർത്ത എന്ത് ഡീസന്റ് ആയിട്ടാ പറഞ്ഞേ. പിന്നെ അയ്യോ എടാ, ഈകളെ കരയില്ല, എനിക്ക് വിഷമമാവുന്നു. ഷീസ് നോ മോർ എന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ പുള്ളിക്ക്? പറഞ്ഞെടുത്തു. ഇതൊരു കേക്ക് ഒന്ന് വരും, ഒരു സെക്കൻഡ് എക്സ്ക്യൂസ് മീ കേക്ക്. യെസ്, ഇത് ശരിക്കും കൺഫേംഡ് ന്യൂസ് ആണോ? ആ കൺഫേം ന്യൂസ്. അല്ല ചേട്ടൻ വന്ന് ബോഡിയൊക്കെ പറഞ്ഞിട്ട് ബോഡി അവിടെ തന്നെ ദഹിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളറിയിച്ച. നമ്മുടെ ഇവിടുത്തെ സെമിത്തേരിയിലാണോ? ഇവിടുത്തെ സെമിത്തേരി. അതെ അതെ, സാൻഡിയിലെ. സാൻഡിയിലെ സെമിത്തേരിയാ? അതെ. എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ലൂസിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന്. 2 വർഷമായിട്ട് നമ്മളോടും പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ടൂറ് പോവാണ്, മസാജിങ് പഠിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവാറ്, ലീവ് എടുത്തിട്ട്. എന്നോട് എപ്പോഴും പറയാതെ ഒരു പോക്ക് പോവും, പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം വരുന്നേ.
ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിന് യൂസ്ഡ് ആയിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ പോയിട്ട് used ഇനി ആയിരുന്നു. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തോ പോലെ. ഞാനിപ്പോൾ റീസെൻ്റ്ലി ബിസിനസ് തുടങ്ങിയില്ലേ നമ്മൾ പുതിയത്. അപ്പോൾ ഒന്ന് വിളിച്ചു ലൂസിയല്ല എൻ്റെ ഹെഡ്. വിളിച്ചപ്പോഴാണ് അവളുടെ ചേട്ടൻ പറയുന്നത് ലൈക്ക് ലൂസിയനെ വിളിക്കേണ്ട, ഷീസ് നോ മോർ. എന്നിട്ട് നമ്മുടെ ഫോൺ തന്നിട്ട് പോയി. ഇനി വിളിക്കേണ്ട കേക്കെ, ഇനി ഫോണൊക്കെ കൈ വെച്ചോ. അതിൽ ചേട്ടനും ആ ചേച്ചിയും ഒക്കെ കുടുംബത്തിൽ നിന്ന് പോയി. ഐ മീൻ നാട് വിട്ടു പോയി കുടുംബത്തോടെ. കേക്കെ ലൂസിയക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക? ഞാൻ ചോദിച്ചു, ഒരു വാക്ക് നമ്മൾ പറഞ്ഞെങ്കിൽ നമ്മൾ എവിടെ പോയിട്ട് ചികിത്സിക്കായിരുന്നല്ലോ. എത്ര കോടി വേണേലും മുടക്കുമായിരുന്നല്ലോ ഞാൻ. എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. നമ്മുടെ ഇല്ലാത്ത ഡോക്ടർമാരുണ്ടായിരുന്നു കേക്കെ. അതാണ്, ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഒന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി. കേക്കെ ലൂസിയക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം എനിക്ക് പണിയണം ഈ സിറ്റിയിൽ. ആണോ? എവിടെ പണിയും നമ്മള്? ബസ് സ്റ്റാൻഡോ കുളിമുറിയോ എന്തെങ്കിലും. ഓ, കുളിമുറിയോ? ഐ മീൻ പബ്ലിക്കിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും. എന്നൊക്കെ ബസ് സ്റ്റാൻഡ് കൊടുത്താലോ? ബസ് സ്റ്റാൻഡാ പണിയാ. നമുക്ക് സാൻഡി തോറണം പണിയാം. അവിടെ തന്നെയാണ് അവളുടെ ആത്മാവ്, ഐ മീൻ അവളുടെ അങ്ങനെ പറയല്ലേ. ഇറക്കിയത്. എന്റെ മനസ്സിൽ എനിക്കിപ്പോഴും സെൽഫി അയക്കുന്ന ഒരു സാനിയുണ്ട്, അത് മതി. ലൂസിയുണ്ട്. അല്ല ലൂസിയ, പെട്ടെന്ന് പേര് മാറിപ്പോയതാ, ഞാൻ അധികം സംസാരിക്കാത്തതുകൊണ്ട്. ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ ഇരുന്നോ? സേഫാണേ. മക്കി എന്താ ചെയ്യണ്ടേ? എനിക്കൊന്ന് പറഞ്ഞതാ. നമുക്ക് സാൻഡിൽ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് സാൻഡിൽ ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇത് ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. പിന്നെ ഞാൻ ഷോക്കായി പോയില്ലേ. എന്ത് വിഷമല്ല, ഈ നമ്മുടെ ജെപിയുടെ സഹിക്കും. ആര്? ജെപിയുടെ പഴയ ക്രഷായിരുന്നു. ക്രഷ്? ആ ഓക്കെ 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 ഓക്കെ. ക്രഷ് ഇപ്പൊ ആർക്കാ തോന്നുന്നത്? നയൻതാരയുടെ എല്ലാവർക്കും ക്രഷ് ഉണ്ട്. എന്തായാലും തിരിച്ച് നയൻതാരക്ക് ഇവരെയൊക്കെ ഇഷ്ടമാണോ? അല്ലല്ല, മനസ്സിലായ ക്രഷ് വിഷമം ഉണ്ടാവില്ല ആർക്കാണെങ്കിലും. അതുണ്ടാവും. അല്ല, എന്നെ മനസ്സിലായി മീശൊക്കെ വെച്ചിട്ട് ലോങ് ടൈം. എനിക്കിതൊക്കെ കണ്ടാൽ തന്നെ ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട്. ബോത്തിന് ഉണ്ടി എടുത്ത് വെക്കും, എന്നിട്ട് ആളെ മാറി നിന്നാണ് അവന്മാരുടെ വിചാരം. ഞാൻ പഠിക്കാത്തോട്ടോ. ചിലവന്മാര് താടി കടിച്ചു പിടിച്ചോണ്ട് വരും, പോയിസ്റ്റ് അടിച്ചോണ്ട് വരും. ഇവരൊക്കെ വിചാരം ഇതെടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോ ആളെ തിരിച്ചറിയാനേ പറ്റത്തില്ലതാണ്. മണ്ടന്മാര്. നമ്മൾ പിടിക്കൂലേ ഇതൊക്കെ? അല്ല, നമുക്ക് സ്നേഹമുള്ള കണ്ടാ തിരിച്ചത്. പക്ഷെ നിൽക്കുന്നപ്പോ മനസ്സിലായിട്ടോ. എനിക്ക് ദൂരെ കണ്ടപ്പോഴേ മനസ്സിലായി ഇവിടെ നിന്ന് ഒരു പെണ്ണിന്റെ അടുത്ത് ചൊല്ലുന്നുണ്ട്. ആ കൊച്ചിന്റെ പേരെന്താ പറഞ്ഞ പോലെ? അത് ശൈല. ഷൈലല്ല, സൈല. ഓക്കെ, സൈല കൊള്ളാം, കുറച്ച് കെയറിങ് ആണ്. അതെ, നല്ല കൊച്ചാണ്. നല്ല കൊച്ചാ. ഒരു മിനിറ്റ്, നമുക്കൊന്ന് സാൻഡി പോയിട്ട് തീ കത്തിക്കണ്ടേ? പിന്നെ കത്തിക്കണം. ഞാൻ വരാം. ഞാൻ അതിനു മുമ്പ് ഇവിടെ ഒരു കടം കൊടുക്കാന്ന് പറഞ്ഞു, ഒന്ന് കൊടുത്തോട്ടെ. ഓക്കെ. അപ്പൊ ഇവിടെ എവിടെയാണ് സെമിത്തേരി? സാൻഡിയില് സെമിത്തേരിയോ? ഇല്ല, സാൻഡിയുടെ സെമിത്തേരി എന്റെ അറിവിലില്ല. ഇത്രയും നാളായിട്ട് ഇതൊന്നും അറിയില്ല. എത്ര വർഷമായി ഇത് കളിക്കാൻ? 5-6 വർഷമായില്ലേ? സെമിത്തേരി സാൻഡിന്റെ അല്ല, അതൊക്കെ മലമുകളില് ഒരാളുടെ മറ്റേ കുരിശ് വെച്ചൊരു സാധനം ഉണ്ട് അവിടെ, ആ മലമുകളില്. ഏത് മലമുകളില്? നേരെ ഒരു മല കാണുന്നുണ്ടോ? നേരെ നേരെ. അപ്പൊ സാൻഡിൽ ഇതല്ലാതെ വേറെ ഒരിടത്തും കുഴിച്ചിടാൻ പറ്റൂലല്ലോ? കുഴിച്ചിടാൻ പറ്റുന്ന സ്ഥലം ഈ സാൻഡിയിലല്ല എന്റെ അറിവില്ല. നമുക്ക് അവിടെ വരെ ഒന്നും പോവാം. ജസ്റ്റ് വണ്ടിക്കകത്ത് കയറിയത് മാർക്ക് ചെയ്താൽ മാത്രം മതിയേ. 5000 പള്ളിയുടെ ബാക്കി സെമിത്തേരി. അപ്പുറത്തെ സൈഡ് നമ്മൾ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്റെ ഈശോയെ,
എന്ത് പറ്റി? ഒന്നുമില്ല അപ്പാപ്പ. ഹലോ എന്നതാ? ആ തമ്മൂടി എങ്ങാണ്ട കുഴിച്ചിട്ട സ്ഥലമാണെന്ന് തോന്നുന്നു. മറ്റേ അണ്ണും കൂടെ ഫ്രണ്ട് ഇരിക്കണം കറക്റ്റ്. എടാ ബൊക്കെ ഏതാടാ? BOUQ ബൊക്കെ 2 അല്ല ബൊക്കെ 1. ആ 1 മതി. രണ്ടാമത്തെ ഞാൻ വലുതും പറഞ്ഞ ജോക്കിയുണ്ട്, അതൊക്കെ ഞാൻ മാനേജ് ചെയ്യൂലേ. ഓപ്ഷൻ ഇപ്പൊ ബോളെങ്ങാണ്ട് തലക്കെന്തെങ്കിലും പറ്റി? എന്തോ പറ്റി? റെസ്റ്റ് ഇൻ പീസസ്. ഇത് തന്നെ പീസസാ കഷ്ണങ്ങളായിട്ട് ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്. കഷ്ണങ്ങളായിട്ട് റെസ്റ്റ് ചെയ്യാൻ. ടേബിളെ നീ വാർക്കരുത് കേട്ടോ. മിണ്ടല്ലോ, ഒരു സെക്കൻഡ്. വെറുതെ കൈ എഴുതി നിൽക്കാം. എന്തോന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് മറ്റേ പീസാണല്ലോ. ഒരു പട്ടിക ജോക്കി ഒരു ആത്മാവിനൊന്ന് നിത്യശാന്തി ഒന്ന് നേരുവോ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എൻ്റെ നാമത്തിൽ ദൈവമേ മരിച്ചുപോയ പുണ്യാത്മാവിന് സർവശാന്തിയും സർവ സമാധാനവും കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആരുടെ ഇത്? ഒരിക്കലും മറക്കില്ല. സമാധാനത്തോടെ ഉറങ്ങിക്കോ. എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ടാവും. റെസ്റ്റ് ഇൻ പീസ്. അണ്ണാ അപ്പുറത്താണ് കേട്ടോ ഇതല്ലേ ബോഡി. എടാ മോനെ വാസു, ഇത് എന്തൊരു പ്രശ്നം? അത് നമുക്കൊരു വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു ബോഡിയായിരുന്നു ജോക്കി. എനിക്കറിഞ്ഞൂടെ ഏത് വേണ്ടപ്പട്ടി ഏത് വേണ്ടപ്പട്ടീന് വേണ്ടപ്പെട്ട ഏത് ഇച്ചിരി അല്ലത്. കോപ്പി പൈസ അത് ഇവിടെ കല്ലറയുണ്ടോ ഇനി? മോനെ വാതർന്ന് പറയടാ, എന്തിനടാ പ്രശ്നം? ഒന്നുമില്ല ജോക്കി, ഒന്നുമില്ല. ഒന്നുമില്ലാതെ കൊറേ റോസാപ്പൂ വാങ്ങിച്ച് ഏതോ ആരുടെ കല്ലറയിൽ പോയിരുന്നു. ഇപ്പൊ എന്നെ കൊണ്ട് മറ്റേ ഇതും ചൊല്ലിപ്പിച്ച്. എന്ത് പ്രശ്നം ഉണ്ടോന്ന് പറയാ? ഒന്നുമില്ല ജോക്കി, വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. വേണ്ടപ്പെട്ട ആളോ? ബസുവിനെ ആണോ പെണ്ണോ? മരിച്ചു കഴിഞ്ഞില്ല, ഇനി ജെൻഡറിലൊക്കെ എന്തിരിക്കുന്നു? അത് ശരിയാ. മോനെ ആരാന്ന് പറയടാ. അത് ജോക്കി, നമുക്ക് ജോക്കി ഒന്നും ഇവിടെ ഇല്ലാത്ത സമയത്തുള്ള ഒരു ചെറിയൊരു പരിചയം അത്രേ ഉള്ളൂ. എന്തായാലും ആള് പോയി, ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. മരിക്കുമ്പോൾ മാത്രമേ എല്ലാവരും നല്ലത് പറയും, അതുവരെ തള്ളക്കി വിളിക്കും. മരിച്ചു കഴിയുമ്പോൾ നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറയും. ആരും തോളെ കയറി നിങ്ങളാണ് കരുത്ത് പറയുന്നത്. ജോക്കി എന്തോ അപ്പാപ്പൻ എന്താ ചോദിക്കാൻ വന്നേ? അല്ല അത് ആരാ വാസം പറഞ്ഞത്? പാപ്പാ ഓ പറഞ്ഞോ. അതൊരു വലിയ കഥയാ പാപ്പാ. പറഞ്ഞോ, സമയമുണ്ടല്ലോ. അല്ല വലുതാക്കി തന്നെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഈ മനുഷ്യന്റെ ഒക്കെ കാര്യം ഇത്രേ ഉള്ളു ജോക്കി. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു ആർക്ക്? നമ്മളിപ്പോ കാണാൻ പോയ ആൾക്ക്. ആരെ? പഴയൊരു സുഹൃത്താ. അപ്പാപ്പൻ തൽസാണോടാ? അല്ല ഏത് സുഹൃത്താ? ഇത്ര വലിയ കാര്യം പറഞ്ഞിട്ടിടയ്ക്കാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്താ ജോക്കിയ അങ്ങനെ? അല്ലല്ല ഞാന് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. പറഞ്ഞു. എന്താ പറ്റി മോനെ? മോനെ നീ സങ്കടപ്പെടല്ലേ? നീ ഒന്നെങ്കിൽ വല്ല കലിങ്കിന്റെയും പുറത്തിരുന്നാലോ നമുക്ക്? ഇവിടെ ഒരു സെമിത്തേരിയാ. ഇതെന്തുവാടെ തല വേറെയും ശരീരം വേറെയാണോ കുഴിച്ചിട്ടേ?
ഇത് വല്ലാത്ത കഷ്ടമായി. എവിടെ ചെന്നാലും സെമിത്തേരിയാണല്ലോ ഇത്. പറയത്തുമില്ല, കണ്ട സെമിത്തേരി മൊത്തം കേറി ഇറങ്ങി നിറങ്ങുക. ഇവിടെ ഇനി ഞാൻ ഇവിടെയും പറയണമായിരിക്കും. പറഞ്ഞേക്കാൻ ജോക്കിയാണ് നമ്മുടെ അണ്ണനില്ലായിരുന്നു പറയണോ? ഇത് സെമിത്തേരി അല്ല, ചിൽഡ്രൻസ് പാർക്ക്. അതിന്റെ അണ്ണന്റെ കണ്ടു കേട്ടോ. ഇവിടെ റെസ്റ്റ് ഇൻ പീസ് ഇല്ല. അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ ആയിരുന്നതാ എന്താണ് ഇത് എന്തൊക്കെയാ വരുന്നേ? ബി അല്ല വാസവന്റെ ബി 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 ജോക്കി ആ. അല്ല ഇവിടെ നമ്മുടെ ആരുടെയും ബോഡി ഇല്ല. നമ്മള് വെറുതെ ജോക്കി നടക്കത്തെ എന്നാലും ബോഡി അല്ലേ നമ്മള് ലേറ്റസ്റ്റ് വല്ലാത്ത പ്രശ്നമാണ് ഇതൊക്കെ. എന്റെ പൊന്ന അപ്പാ ഇല്ലാത്ത സമയത്ത് ജോക്കി എനിക്ക് വേണ്ടി നമ്മളെ വിട്ടുപിരിഞ്ഞ് എല്ലാവർക്കും ഒരു പിത്തൽജി അടക്കം എല്ലാവർക്കും ഒരു എന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ആമേൻ. ഈ കിടക്കുന്ന എല്ലാവർക്കും സർവ്വസുരക്ഷയും സർവ്വസമാധാനവും മോക്ഷവും കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ജോഗി അത് ഇനി ഞാൻ സത്യം പറയാം ജോഗിയുടേത്. ജോഗിക്ക് അറിയാലോ ഞാൻ ഏറ്റവും കൂടുതൽ ഗ്യാങ്ങിന് വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ. അതെ, ഗ്യാങ്ങിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആരോട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഗ്യാങ് മെമ്പേഴ്സുമായിട്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കോലീഡർമാരോട്. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റിയിൽ ഒരു ഗ്യാങ് എക്സിസ്റ്റ് ആയി പോകണമെങ്കിൽ നമ്മൾ ആരുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? യെസ്, മിസ്റ്റർ എക്സ്. ഞാൻ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴൊക്കെ മിസ്റ്റർ എക്സിനെ വിളിക്കുന്നു അന്നേരം ടിവിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ടിരുന്നത് മിസ്റ്റർ എക്സിലെ ലൂസി എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയായിരുന്നു. ജോക്കിക്ക് അറിയാലോ ഞാനങ്ങനെ പെൺകുട്ടികളോടൊന്നും സംസാരിക്കാറില്ല. എനിക്കങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടാറില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ സമയത്തും ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണല്ലോ എൻ്റെ ഡ്യൂട്ടി. അതെ. അപ്പോൾ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ കൂടി ലൈഫിലോട്ട് നമ്മളൊരു ലൈഫിൽ വേറെ പെൺപിള്ളേരോടൊന്നും ഇൻട്രാക്ഷൻസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ആകെ ഒരു പെൺകൊച്ച് എൻ്റെ ഫോണിൽ വിളിക്കുമെങ്കിൽ അത് ലൂസിയായിരുന്നു, ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ മാത്രം. ഒരു മിനിറ്റ് മോനെ, ഞാനേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ലൂസി ഉണ്ടെന്നേ. ഒരു മിനിറ്റ്, ആ പെണ്ണ് മരിച്ചും പോയോ? പറഞ്ഞു പോലല്ലോ. ആ ലൂസിയ മിസ്റ്റർ എക്സ്. ഹലോ, മരിച്ചോ? മരിച്ച് സ്വിച്ച് ഓഫ് ആയിക്കും. വല്ലാത്ത കഷ്ടമായി പോയല്ലോ ഇത്. എന്നിട്ട് ജോഗി ഈ കൊച്ചു മരിച്ചിട്ടാണോ ഈ കണ്ടം കഴിവറി ആ പെണ്ണിനുമായിട്ട് കിടന്ന് പാടത്ത് കടലോരത്ത് കിടന്ന് ഡാൻസ് കളിക്കുന്നേ? ലെവലാതി എന്നാ മരിച്ചേ? ഞാൻ ഇന്ന് അറിയുന്നത് ജോക്കി. ലാസ്റ്റ് ഓൺലൈൻ നോക്ക് ജോക്കി ചേട്ടാ. ഞാനേ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ കുരിശ് എതിരെടുത്ത് മാറ്റിയിട്ട് നിന്നെ അതിനകത്തങ്ങ് പ്രതിഷ്ഠിക്കും കേട്ടോ. ആ ഫോൺ കേക്കടയിലുണ്ട്. ഫോൺ കേക്കടയിലുണ്ടോ? അയാൾ അങ്ങനെ അയാൾ അതും ചെയ്യും, അത് അതിന്റെ അപ്പുറവും ചെയ്യും അയാള് കേഴങ്ങൻ. ഞാൻ ഈ വിളിക്കുന്ന കേട്ടിട്ട് നിങ്ങൾ അടിച്ചെന്ന് പറയല്ലോ. ഇപ്പൊ ഇത് വിളിക്കില്ല കേട്ടോ, അങ്ങനെ തലക്കിട്ട് വെടി വെക്കും. ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ലൂസിയാണ് ഏൽപ്പിക്കാറുള്ളത്. അപ്പൊ ലൂസിയാണ് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. അപ്പൊ ഇടക്കിടക്ക് ലൂസിയ ഡിസപ്പിയർ ആവും. ഓക്കെ. അപ്പോൾ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾക്ക് നമ്മൾ വിളിക്കുമ്പോൾ ലൂസിയ കിട്ടാറില്ല. പിന്നെയും തിരിച്ചു വരുമ്പം ലൂസിയാണ് മിസ്റ്റർ എക്സ് എന്ന് വിളിക്കുകയാണ്. അന്നത്തെ കാര്യം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഈ ഗ്യാപ്പ് എടുത്ത് പോണ സമയമെല്ലാം ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് US പോവായിരുന്നു ലൂസിയ. ഇത് മിസ്റ്റർ എക്സിലുള്ളവർക്ക് ഇത് അറിഞ്ഞൂടായിരുന്നു. അവരോടും ലോങ് ലീവ് എഴുതി കൊടുത്ത് പോയി. അവരാരും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, നമ്മളോടും പറഞ്ഞില്ല. പെട്ടെന്നൊരു ദിവസം ഞാൻ ലൂസിയക്ക് ലാസ്റ്റിൽ ലൂസി എനിക്ക് മെസ്സേജ് അയച്ചത് സീരിയൽ നമ്പർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സീരിയൽ നമ്പർ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയും മതിയോന്ന് പറഞ്ഞ് ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് അയച്ചതാണ് അവസാനത്തെ മെസ്സേജ് ജോക്കി. അതിന് പോലും റിപ്ലൈ തരാതെ പോയി കളഞ്ഞു. പോയി കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോയി പാട്ട് പോയി ഡാൻസ് ചെയ്യണം. ഇയാള് എവിടുന്ന് വരുന്നത്? ഇയാള് അത്രയല്ല, അത്രയും വേണ്ടപ്പെട്ട ആളായിരുന്നു ചോദിച്ചത്.
ആ അടുത്ത ആളായിരിക്കും. ചെറുക്കനല്ലെങ്കിൽ പൂവൊക്കെ കൊണ്ട് സെമിത്തേരി വെക്കൂ. മക്കൾക്ക് എന്തുവാടാ ഇപ്പൊ വേണ്ടേ? നമ്മുടെ ഗ്യാങ്ങിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തതല്ലേ ജോക്കി. അപ്പോൾ ലൂസിയുടെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ നമുക്ക്? അതല്ലേ ഇപ്പൊ ഞാൻ നാമൊക്കെ ജപിച്ചല്ലേ ഇവിടെ വന്നിട്ട്. നാമം ജപിക്കുന്നതല്ലല്ലോ ജോക്കി. അവരെ എന്നും എല്ലാരും ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ലൂസിയ മെമ്മോറിയൽ ഹോസ്പിറ്റലോ ലൂസിയ മെമ്മോറിയൽ ഒരു ബസ് സ്റ്റാൻഡോ എന്തെങ്കിലും നമുക്ക് പണിയണം. പണിയാം. മോന് പണിയണോ? പണിയാം. ഞാൻ പറഞ്ഞില്ലേ പണിയാന്ന്. ഇത്രേ ഉള്ളൂ. പാപ്പാ പണിതോളയാം. ഇത് വല്ലാത്ത പ്രശ്നമാണ്. ഒരു വാക്കിനു അകലെ നീയെങ്കിലും അരികിൽ ഞാനെന്നും മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണ്. എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ എല്ലായിടത്തും കൂടെ പറഞ്ഞേക്കുക. ഞാൻ ഇൻസ്ട്രക്ഷനെ പറയുന്നത് കേട്ടിട്ട് ഒരുത്തരം ഇൻസ്ട്രക്ഷനെ പറയാൻ നിൽക്കരുത്. ലൂസിയ ലൂസിയ കല്ലിന്റെ ഇതിന്റെ പുറത്തൊന്നും ഇവിടെ ചാവത്തില്ല. ഇങ്ങോട്ട് മൈൻഡ് ഇവിടെ അല്ലല്ലേ അണ്ണ? അല്ലല്ല പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്തോട്ട് വന്നടാ. വണ്ടി അവിടെ കിടക്കുന്ന ഓർത്തില്ല. അണ്ണന്റെ മൈൻഡ് ഇവിടെ അല്ല. അണ്ണൻ എന്ത് പറ്റിയ അണ്ണ? അണ്ണൻ ഓക്കെ ആണോ? എന്തിനാണിത്? നമ്മ ഇങ്ങോട്ട് വന്നപ്പോ ഒരാൾ എക്സ്ട്രാ ഉണ്ടായിരുന്നല്ലോ. അവിടെ കുരിശായിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ? ഞാൻ ഈ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൂസിയുടെ എന്തോ ഒരു കേസ് എനിക്കറിയാം. അത് എന്താണ് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരാളെ പറ്റി. എന്നാലും ഇത്രയും അകമൊഴിഞ്ഞ് പുള്ളിക്കാരൻ ആ കൂടെ പ്രവർത്തിച്ചിട്ടും ആ പെണ്ണ് മരിച്ചിട്ട് പുള്ളിക്കാരൻ ഈ കണ്ട പെമ്പിള്ളാരുടെ കറി മേന്ന് കിടക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. അയാളെന്തോലെ പശുവാണോ അയാള്? എന്തൊക്കെയാ ജോക്കി മിസ്റ്റർ എക്സിനെ പറ്റി പറയുന്നേ? അല്ല പിന്നെ ഒരു കൊച്ചും മടിച്ചിട്ട് ഇയാൾക്ക് എന്തു കാണിക്കുന്ന ഇയാള്? ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ. അയാളെ വിളിച്ച് രണ്ടെണ്ണം അങ്ങോട്ട് പറയട്ടെ. ഞാൻ ചുറ്റിലുണ്ടോ അയാള്? ജോക്കി നാരദന്റെ നമ്പർ ഉണ്ടോടാ? നാരദന്റെ ഒരു കാര്യം പറയട്ടെ. നാരദന് നമ്മള് ഇലക്ഷന് വേണ്ടിയിട്ട് അവന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. എന്തെന്നറിയോ? എന്താ? നാരദനൊരു കണ്ടി. അവന്റെ ചിഹ്നം കിണ്ടി, അവനില്ല അണ്ടി. ഇതാണ് നാരദനെതിരെ എഴുതി ഇറക്കിയേക്കുന്നത്. പിന്നെ അണ്ണൂനൊരു പാട്ടൊക്കെ ഇറങ്ങിയിരുന്നല്ലോ. അതൊക്കെ ഇറങ്ങും. ഞാനേ KK ഒന്ന് വിളിക്കട്ടെ. ഞാൻ ഈ വരാത്ത 3 ദിവസങ്ങളിൽ ഇലക്ഷൻ ക്യാമ്പയിൻ ഒക്കെ നടന്നോ? ഇല്ലില്ല, അങ്ങനല്ല മോനെ. ഞാൻ ഈ കണ്ടവരുടെ അടുത്തേക്ക് ഇങ്ങനെ വോട്ടൊക്കെ ചോദിച്ച് ഇങ്ങനെ നടക്കുമെന്ന്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കണ്ടേ ജോക്കി? ഇപ്പോഴേ വോട്ട് ചോദിച്ചാൽ ആ വില പോകും ജോക്കി. അല്ലല്ല ഇപ്പഴേ എങ്ങും അല്ല. ഞാനേ പിന്നെ EVXന്റെ വോട്ട് പുള്ളിങ്ങ് പിടിച്ചു കേട്ടോ. ഞാൻ ചെന്ന് നേരെ കാര്യം പറഞ്ഞില്ലയോ? എല്ലാം കിട്ടും, നോക്കിയിരുന്നോളാം.